കേരളം ഒട്ടാകെ മെസ്സി ലഹരിയാണ്, അല്ലെങ്കിൽ അർജന്റീനയെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലോക ഫുട്ബോളിന്റെ രാജാക്കന്മാരെ വരവേൽക്കാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് കേരളം. ടീം അർജന്റീനയെ വരവേൽക്കാൻ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രദർശന മത്സരത്തിന് കൊച്ചിയിൽ ഇതിനോടകം തന്നെ തുടക്കമായി കഴിഞ്ഞു. മെസ്സി വരുന്നത് കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ പ്രധാന അധ്യായമാകുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം കേരളത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് പുത്തൻ ഉണർവേകുമെന്ന് ഇന്ത്യൻ ഫുട്ബോൾ താരം CK വിനീത് അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷാ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലോക കായിക ഭൂപടത്തിൽ കായിക പ്രേമികൾ ഒരിക്കലെങ്കിലും നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ച ആ ഇടങ്കാൽ മായാജാലം, അത് ഇനി മലയാളികൾ കൺമുന്നിൽ നേരിൽ കാണാൻ പോവുകയാണ്. അതിന്റെ ആവേശം കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ലോക ഫുട്ബോളിന്റെ മിശിഹായെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു മലയാളികളാകെ. കേരളത്തിലെ കായിക പ്രേമികൾ എല്ലാവരും തന്നെ ആവേശത്തിരയിലേക്ക് കടന്നു കഴിഞ്ഞു. മെസ്സിയെയും സംഘത്തെയും ആ അർജന്റീന ടീമിനെ വരവേൽക്കാനായി കേരളത്തിന്റെ ഈ ആവേശം അലയടിപ്പിക്കാനായി ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച സൗഹൃദ ഫുട്ബോൾ മത്സരമാണ് ഇതാ കൊച്ചി കലൂരിൽ നടക്കുന്നത്. എല്ലാവരും നവംബർ ആവാൻ കാത്തുക്കണം. ഓണമൊന്നും ചിലപ്പോൾ ആർക്കും വലിയ കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവരും നവംബർ ആവാൻ കാത്തുകയാണ്. നവംബർ 10 to 18 എപ്പോഴാണോ മെസ്സി വരുന്നത് എന്നുള്ളത് എല്ലാവരും കാത്തുക്കണം. അത് തന്നെ ഇതിന് മുൻകൈ എടുത്ത ഗവൺമെൻറ് ഉണ്ട്, റിപ്പോർട്ടഡ് ചാനലുണ്ട്. എല്ലാവർക്കും അതിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനി മെസ്സി വരട്ടെ, അദ്ദേഹത്തിൻ്റെ കളി കാണാൻ വേണ്ടി എനിക്ക് തോന്നുന്നു കേരളം മൊത്തം കാത്തുകയാണ്. ഇനി കായിക മാമാങ്കത്തിന് വേണ്ടിയുള്ള ദിവസങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. ആൽബി സെലസ്റ്റകളെ ഞെട്ടിക്കാൻ പോകുന്നൊരു വരവേൽപ്പിന് മലയാളികൾ, കേരളക്കര ഒന്നാകെ ഒരുങ്ങിക്കഴിഞ്ഞു. വസീബിനെയും സനോജിനെയും മലർത്തിയടിച്ചുകൊണ്ട് ഞങ്ങളുടെ ടീം വിജയിച്ചിരിക്കുകയാണ്. പെനാൽറ്റിയിലും പോലും ഇവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കളിക്കളത്തിൽ കാണിക്കേണ്ട മാന്യത അവര് ഫൗളിലൂടെ കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ടീം വിജയിച്ചതായിട്ട് ചേട്ടനും അതുപോലെ തന്നെ ആ കിഷോറേട്ടൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ വോളി താരം ഉൾപ്പെടെ ടോം ജോസഫ് ഉൾപ്പെടെ കളിച്ചു. എന്നിട്ട് ഞങ്ങളോട് ജയിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് അവർക്ക് ഒരു പ്രദർശന മത്സരം എന്നുള്ള നിലക്ക് പെനാൽറ്റി അടിക്കണമെന്ന് പറഞ്ഞു. ആ പെനാൽറ്റിയിലും ഒരു ഗോൾ ലീഡിന് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഓക്കെ, എന്തായാലും ആവേശോജ്വലമായ മത്സരം. ഇതാ മെസ്സിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കേരളം. MLA-മാരുണ്ട്, കായിക താരങ്ങളുണ്ട്, എല്ലാവരും ചേർന്ന് ഇതാ ഇന്ന് നടന്ന ഈ സൗഹൃദ മത്സരം ഇതൊരു തുടക്കമാണ്. കേരളം ആകെ ഒരുങ്ങിക്കഴിഞ്ഞു, മലയാളികൾ ആകെ ഒരുങ്ങിക്കഴിഞ്ഞു ലോക ഫുട്ബോളിന്റെ മിശിഹായെയും സംഘത്തെയും വരവേൽക്കാൻ. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.